എല്ലാ കുട്ടികൾക്കും അപ്ബീറ്റ് പിനാക്കിൾ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗ്രാമർ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ഗ്രാമറിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഗ്രാമറിൻ്റെ വീഡിയോ ഒരു വീഡിയോയിലൊന്നും തീരത്തൊന്നുമില്ല. അപ്പോൾ ഒത്തിരി ആയിട്ടുണ്ട്, ഒരാഴ്ച ഒരു മാസമൊക്കെ വേണം ഗ്രാമറൊക്കെ നല്ലോണം പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല, പെട്ടെന്നായിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളതും അതേപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയായിട്ടുള്ളത് കാര്യങ്ങളും പറയാം. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ഗ്രാമർ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ച്, അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണല്ലോ. പിന്നെയുള്ള ആക്റ്റീവും പാസീവ് വോയിസും അതേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഗോഡ് ഹാസ് ഗിവൺ മീ 2 years ടു ലിസൺ അതേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവും പാസീവ് ആക്കുന്നേയും ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ എഡിറ്റിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യുന്നത് ഗ്രാമറിന് ചോദിക്കുന്നത്. പിന്നെ ആദ്യം നിങ്ങൾക്ക് വരുന്ന ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ട് പോവുക. ആ നൊമിതയുടെ ആ പാഠമില്ല, എന്താ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ പാഠം, ആ പാഠമൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലോണം ഒന്ന് വായിച്ചുകൊണ്ട് പോവുക. ഈ എഡിറ്റിംഗ് ഒക്കെ വരുന്നത്, എഡിറ്റിംഗ് ഒക്കെ പറഞ്ഞുതരാൻ പറഞ്ഞല്ലോ, എഡിറ്റിംഗ് ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാഠത്തിൽ നിന്ന് തന്നെ, ആ പാഠം തന്നെ നിങ്ങൾ നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാം, ചിലപ്പം ചില വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരിക്കാം, ചിലപ്പോൾ പ്രസൻറ്റ് പാസ്റ്റിലോട്ട് ആക്കേണ്ടി വരുമായിരിക്കാം, ചിലപ്പം സിംഗുലർ പ്ലൂറലിലോട്ട് ആക്കേണ്ടി വരും. ഇതൊക്കെയാണ് എഡിറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എഡിറ്റിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ പറയുന്നത്, കാരണം അത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചുകൊണ്ട് പോകും. പിന്നെ ഒരാൾ വായിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലോയിൽ കിട്ടുന്നത് വെച്ച് എഴുതരുത്. അങ്ങനെ വായിച്ച് നോക്കുമ്പം ഈസ് ഇത് കൊള്ളാം എന്നും പറഞ്ഞ് അങ്ങനെ എഴുതി വെക്കരുത്. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിനകത്ത് നിന്നാണ് ചോദിക്കുന്നതെല്ലാം. എഡിറ്റിങ്ങും അതേപോലെ തന്നെ ഓഫും അതുപോലെ പ്രിപ്പോസിഷൻസ് ഒക്കെ എഴുതാൻ ചോദിച്ചില്ല, അതൊക്കെ എന്താണ് ടെക്സ്റ്റിനകത്ത് നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഞാൻ കാണുന്നില്ല. അപ്പം അത് പഠിപ്പിക്കാനും മാത്രം ഒന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്റ്റും പ്രസൻറ്റും ടെൻസും ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, അത് അങ്ങോട്ട് ഈസും ആറും ആമും ഒക്കെ അങ്ങനെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സിംഗുലർ ആണെങ്കിൽ സിംഗുലർ കൊടുക്കുക, അതുപോലെയുള്ള പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റിൽ കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും എടുത്ത് ING കൊടുക്കേണ്ട കാണുമായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള കാണുമായിരിക്കും, അങ്ങനെയുള്ള ഒത്തിരി കാണുമായിരിക്കും. അപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾ അതാണ് നോക്കേണ്ടത്. പിന്നുള്ള നമുക്ക് ഏറ്റവും പാടായിട്ട് വരുന്ന സാധനമാണ്, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിലാവാത്ത സാധനമാണ് എന്ത്, ഡയറക്റ്റഡ് സ്പീച്ച്. എത്ര നമ്മൾ പഠിച്ചാലും എത്ര നമുക്ക് പഠിച്ചാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്ത് ചെയ്യും, തലടിച്ച് വെക്കുന്ന സാധനമാണ് ഡയറക്റ്റഡ് സ്പീച്ച്. അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ മെനക്കെട്ട പരിപാടിയാണ് അത് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ എന്ത് ചെയ്യുക, കുറച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം ഡയറക്റ്റഡ് സ്പീച്ച് എന്താണെന്ന് പറഞ്ഞാലും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് എല്ലാം എന്ത് ചെയ്യാം പറഞ്ഞുതരാം, പെട്ടെന്ന് പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് നിങ്ങൾ അതേപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു പേപ്പറും പേനയും എടുത്തിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറയുന്നതെല്ലാം എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ടെൻസ് അറിയാത്തവരാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും കൂടെ അങ്ങ് കുഴഞ്ഞു പോകും. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ബീന സട്ട്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. താഴെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുവാണ്, ക്യാമറയിൽ കാണാൻ പറ്റാത്തതുകൊണ്ട്. റൈറ്റിംഗ് എ ലെറ്റർ, ഇത് ഏത് ടൈപ്പാണ്? ഇത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ? ഇത് ഡയറക്റ്റഡ് സ്പീച്ചാണ്. കാരണം എന്താ, ഡയറക്റ്റഡ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നതിനെയാണ് ഡയറക്റ്റഡ് സ്പീച്ച് എന്ന് പറയുന്നത്, അതേപടി പറയുന്നതാണ്. ബീന സെഡ്, ബീന പറഞ്ഞു ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഒരാൾ പറഞ്ഞത് അതേപടി പറയുന്നതിനാണ് ഡയറക്റ്റഡ് സ്പീച്ച് എന്നും, അതേപോലെ തന്നെ ഒരാൾ പറഞ്ഞ കാര്യത്തിൽ നമ്മുടേതായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നിങ്ങൾ പറയുന്ന ഒരേ കാര്യം അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതാണ് ഡയറക്റ്റഡ് സ്പീച്ച്. അല്ലെങ്കിൽ എൻ്റെ കുറച്ച് മാറ്റങ്ങളും വരുത്തി പറയുന്നതിനാണ് ഇൻഡയറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് സാധാരണ 2 മാർക്കിനാണ് ചോദിക്കുന്നത്, നമുക്ക് ഓരോ മാർക്കും വിലപ്പെട്ടയാണ്. അപ്പം നമുക്ക് നോക്കാം. ഇത് ഡയറക്റ്റഡ് സ്പീച്ച്, ഇത് എന്ത് ഡയറക്റ്റ് സ്പീച്ച്, സിമ്പിൾ ആയിട്ടുള്ളതാണിത്. ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെൻസ് ഒക്കെ അറിയണം, ടെൻസ് ഒക്കെ അറിയാമെങ്കിൽ ഇത് നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്ത് അതേപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ബീന സട്ട് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. നിങ്ങൾ പറഞ്ഞു ഇതെങ്ങനെ ആയിരിക്കും വരുന്നത്, എങ്ങനെ ആയിരിക്കും ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോഴത്തേക്കും? ബീന സഡ് ദാറ്റ്. ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം നോക്കും, ഇതിനകത്ത് ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് ഡയറക്റ്റ് സ്പീച്ചിനകത്ത് എന്ത് ചെയ്യുക, ഡയറക്റ്റ് സ്പീച്ചിനകത്ത് 2 പാർട്ടുണ്ട്, വാക്കുകൾക്ക് 2 പാർട്ടുണ്ട്. ഡയറക്റ്റ് സ്പീച്ചിനകത്ത് വാക്കുകൾക്ക് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെയാണ് റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ടിംഗ് പാർട്ട് ഡയറക്റ്റ് സ്പീച്ചിൽ വാക്കുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ ആണ് റിപ്പോർട്ടിംഗ് പാർട്ട്, ഇതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. ബീന സഡ് എന്ന് പറയുന്നതാണ് ഈ സെന്റൻസിലെ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ബീന സഡ് എന്ന് പറയുന്നതാണ്, ബീന സഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് സ്പീച്ച് പാർട്ട്, രണ്ടാമത്തെയാണ് സ്പീച്ച് പാർട്ട്. സ്പീച്ച് പാർട്ട്, ഈ ബാക്കിയുള്ളതിനാണ് സ്പീച്ച് പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എഴുതാൻ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്തുവെന്ന് പറഞ്ഞാൽ ഈ
സ്പീച്ച് പാർട്ടും റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു കോമ കൊണ്ടാണ്. ഈ കോമയെ നമ്മൾ കളഞ്ഞിട്ട് ഈ കോമ ഇൻഡയറക്റ്റ് സ്പീച്ചിനകത്ത് കോമയും കുത്തും ക്വസ്റ്റ്യൻ മാർക്കും ഒന്നും പാടില്ല. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ എഴുതിക്കോ, അല്ലാതെ കോമയും കുത്തും ഒന്നും എഴുതാൻ പാടില്ല. ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് അത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കും. രണ്ടാമത്തെ എന്ത് പറഞ്ഞാൽ ഈ കോമ എന്ത് ചെയ്യുക, ഈ കോമയ്ക്ക് പകരം ഈ രണ്ട് വാക്കുകളെ നമ്മൾ ഒരുമിപ്പിക്കുവാണ്. ബീന സെഡ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഒരുമിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഇടയിൽ വരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ടല്ലോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ സാധാരണ സഡിൻ്റെ കൂടെ ചേർക്കാറുള്ള എന്തുവാന്ന് പറഞ്ഞാലും സാധാരണ നമ്മൾ സഡിൻ്റെ കൂടെ ചേർക്കാറുള്ള സഡ് ടോൾഡ് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ചേർക്കാറുള്ള എന്താണ്, ദാറ്റ് ആണ് ചേർക്കാറുള്ളത്. സഡും ടോൾഡ് ഡയറക്റ്റിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പം സഡിൻ്റെ കൂടെ എന്താണ് ചേർക്കാറുള്ളത്, ദാറ്റ് ആണ് ചേർക്കാറുള്ളത്. സഡിൻ്റെയും ടോൾഡിൻ്റെയൊക്കെ കൂടെ എന്താണ്, അവൻ പറഞ്ഞു, അത് ദാറ്റ്, അതായത് അപ്പോൾ ദാറ്റ് ആണ് ചേർക്കുന്നത്. പക്ഷെ ആസ്ക്ഡ് ആണ്, ക്വസ്റ്റ്യനിങ് ആസ്ക്ഡ് ആണ്. ബീന ആസ്ക്ഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്യരുത്, ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴത്തേക്കും ദാറ്റ് ചേർക്കാൻ പാടില്ല. ആസ്ക് ആയിട്ട് തന്നെ, ആസ്ക്ഡ് എന്നാണെങ്കിൽ ആസ്ക്ഡ് തന്നെ വേണം. ആസ്ക്ഡിന് എന്ത് ചെയ്യത്തില്ല, നമ്മൾ ദാറ്റ് എന്ന് എഴുതത്തില്ല. സഡിനും ടോൾഡിനുമാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നത്, ദാറ്റ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ നോക്കാം. ഓരോ എക്സാമ്പിൾ വെച്ച് നമുക്ക് പറഞ്ഞു പോകാം, അല്ലാതെ പറഞ്ഞു പോകാനൊന്നും സമയമില്ല. ബീന സെഡ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ഞാൻ എഴുതിയത് നിങ്ങൾ കണ്ടല്ലോ, ഞാനത് തുടച്ചു കളഞ്ഞു, അതുകൊണ്ട് നിങ്ങളത് നോക്കിയോ. ബീന സെഡ് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. അപ്പോൾ നമ്മൾ ആ കുത്തും കോമയും ഇൻവെർട്ടേഷനൊക്കെ അതൊക്കെ മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് ആക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നതാണ് ബീന സഡ് ദാറ്റ്. സഡ് കഴിഞ്ഞ് എന്ത് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു, ദാറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് വാക്കിനാണെങ്കിലും നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴത്തേക്കും സഡ് കഴിഞ്ഞ് എന്ത് കൊടുക്കണം, ദാറ്റ് കൊടുക്കണം. ബീന സഡ് ദാറ്റ് ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. പിന്നുള്ളത് ടെൻസിന് മാറ്റങ്ങൾ വരും. ടെൻസിന് എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് വരും, അതൊക്കെ പറഞ്ഞുതരാം. ടെൻസിന് മാറ്റങ്ങൾ വരും. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ടെൻസിന് മാറ്റങ്ങൾ വരും. അതേപോലെ തന്നെ ഒരു സഡ് കഴിഞ്ഞ് എന്ത് ചെയ്യുക, ദാറ്റ് കൊടുക്കുക. കുത്തും കോമയൊന്നും പാടില്ല. ബീന സഡ് ദാറ്റ് ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ. അതേപോലെ തന്നെ ഐ, ഇതൊക്കെയുള്ള ഈ ഈ ഐ ഒക്കെ ഉണ്ടല്ലോ, ഐയും മീയും മൈ സെൽഫ്, ഇതൊക്കെ മാറും. ഇതൊക്കെ മാറിയിട്ട് ഷീ എന്നുള്ളത് ഐ ഒക്കെ മാറിയിട്ട് ഹീയും ഷീയും ഒക്കെ ആയിട്ട് വരും. അത് ഞാൻ പറഞ്ഞുതരാം. ഐ, മീ, മൈൻ, മൈ സെൽഫ്, വി, അസ്, അവേഴ്സ്, അവർ സെൽഫ് എല്ലാം എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിംഗ് സ്പീച്ചിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന സാധനത്തിന് ഇപ്പോൾ ഇവിടെ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, മാറുന്നതായിരിക്കും. ഐയും ഷീയും ഐയും മീയും മൈനും മൈയും മൈ സെൽഫും ഒക്കെ മാറും. ഇപ്പം പുല്ലിംഗമാണെങ്കിൽ ഹിസ് വരും, സ്ത്രീലിംഗമാണെങ്കിൽ ഹിർ വരും, അല്ലെങ്കിൽ ഷീ വരും, ഹീ വരും. ആ റിപ്പോർട്ടിംഗ് സ്പീച്ചിന് ആ സെൻറ്റൻസിന് അനുസരിച്ച് ഐയും ഷീയും ഒക്കെ ഉള്ള എല്ലാം മാറുമെന്ന് വേണം നമ്മൾ അടുത്ത നോക്കാൻ വേണ്ടി. ഇനിയുള്ളത് ഒരു എക്സാമ്പിൾ പറയാം. അടുത്തത് ഷീ സഡ്, അവൾ പറഞ്ഞു ഐ ആം ഈറ്റിംഗ് എ മാംഗോ. ഇത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഇത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഷീ സഡ് ദാറ്റ്. ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുക, ദാറ്റ് ചേർക്കുക. ഷീ സഡ് ദാറ്റ് ഷീ വാസ്. ഐ എങ്ങനെ മാറി, അവൾ ഷീ ആയതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട് എന്ത് മാറി, ഷീ ആയിട്ട് വന്ന്. ഷീ വാസ് ഈറ്റിംഗ് എ മാംഗോ. അവിടെ എന്ത് വന്നായിരുന്നു, ആമു വന്നായിരുന്നു. ആമു മാറി, അതെന്ത് ചെയ്ത് പാസ്റ്റിലോട്ട് പോയി. പ്രസന്റ് ആയിട്ടുള്ളത് എന്തിലോട്ട് പോയി, പാസ്റ്റിലോട്ട് പോയി. ഷീ സഡ് ദാറ്റ് ഷീ വാസ് ഈറ്റിംഗ് എ മാംഗോ എന്നായി മാറി. ഇതാണ്. പിന്നെ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ കുറേ ഉണ്ട് ഇതിനകത്ത് പഠിക്കാൻ. സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ്, ഇൻ്ററോഗേറ്റീവ്, ഇമ്പറേറ്റീവ്, അതേപോലെ തന്നെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതൊന്നും പറഞ്ഞുതരാൻ നമുക്കിപ്പോൾ സമയമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ള ഉദാഹരണങ്ങൾ വെച്ച് നോക്കുക. അടുത്ത നമുക്ക് നോക്കാം. ഹി സഡ് ഐ ഹാവ് ലോസ്റ്റ് മൈ പേഴ്സ്. He said, I have lost my purse. He said that he had lost my purse. His purse. My purse എന്ന് വരത്തില്ല, his purse എന്ന് വരും. അപ്പം എന്ത് ചെയ്യുക, ഇതിനകത്ത് വരുന്നത് ഐയും ഷീയും ഒക്കെ എന്തായിട്ട് മാറും, അതിന് അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ് സെൻറ്റൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്. സഡിന് ശേഷം ദാറ്റ് വരും, ആസ്കിന് ശേഷം എന്ത് ചെയ്യത്തില്ല, ദാറ്റ് വരത്തില്ല. ഒത്തിരി റൂൾസ് ഉണ്ട് ഡയറക്റ്റ് സ്പീച്ചിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴത്തേക്കും. പിന്നുള്ള എന്താണ്, അതായത് ഐയും ഷീയും വിയും അവറും അസും ഒക്കെ എന്തായിട്ട് മാറും, ഐയും അവറും അസും മൈനും ഒക്കെ എന്തായിട്ട് മാറും, ആ റിപ്പോർട്ടിംഗ് സെൻറ്റൻസിനനുസരിച്ച് മാറും. അതേപോലെ തന്നെ ആ ടെൻസ് മാറും. പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് വരും, അങ്ങനെ മാറും. അപ്പം നമുക്ക് ടെൻസിന്റെ മാറ്റം നോക്കാം. സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസ് ആണ് സിമ്പിൾ പ്രസന്റ്. ഇപ്പം നിങ്ങൾക്ക് ടെൻസ് ഒന്നും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് പോകും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇതിനകത്തുനിന്ന് 2 മാർക്ക് കിട്ടിയിരിക്കും. സിമ്പിൾ പ്രസന്റിലുള്ള ഒരു ടെൻസ് ആണ്. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. ഐ വാണ്ട് എ സൈക്കിൾ. കൈയക്ഷരം നിങ്ങൾ നോക്കണ്ട കേട്ടോ.
ഐ വാണ്ട് എ സൈക്കിൾ. ദ ബോയ് സെഡ് ഐ വാണ്ട് എ സൈക്കിൾ. അപ്പോഴത്തേക്കും ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞു എന്ത് ചെയ്യുക, ഈ രണ്ട് സെന്റൻസിനെയും വേർതിരിക്കുന്ന കോമ മാറ്റുക. ഈ രണ്ട് സെന്റൻസിനെയും വേർതിരിക്കുന്ന കോമ മാറ്റുക. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ദ ബോയ്, സഡിന് ശേഷം എന്ത് കൊടുക്കണം എന്നാ പറഞ്ഞത്, ദാറ്റ് കൊടുക്കണം. സഡിന് ശേഷം എന്ത് കൊടുക്കണം, ദാറ്റ് കൊടുക്കണം. ദ ബോയ് സെഡ് ദാറ്റ്. പിന്നെ ദ ബോയ് അല്ലേ, അപ്പൊ എന്തുവായിരിക്കും വരുന്നത്, ഹി ആണോ വരുന്നത്, ഷീ ആണോ വരുന്നത്, അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. ദ ബോയ് സെഡ് ദാറ്റ് ഹി. നിങ്ങൾക്ക് താഴോട്ട് എഴുതി കാണാൻ പറ്റത്തില്ലായിരിക്കും, മുകളിലോട്ട് എഴുതി തരാം. ദ ബോയ് സെഡ് ദാറ്റ്, ദാറ്റ് കൊടുക്കാൻ പറഞ്ഞു. ദാറ്റ് ഹി, ബോയ് ആണ്, അപ്പൊ പുല്ലിംഗമാണ്, അപ്പോഴത്തേക്ക് എന്തേ വരത്തുള്ളൂ, ഹീയേ വരത്തുള്ളൂ. ഹി വാണ്ട് എന്നുള്ളത്, വാണ്ട് എന്നുള്ള എന്തായിട്ട് വരും, വാണ്ടിന്റെ പാസ്റ്റ് ആണ്, V2 ഫോം ആണ്. വാണ്ടഡ്, വാണ്ടഡ് ആയിട്ട് വരും. വാണ്ട് എന്തായിട്ട് വരും, വാണ്ടഡ് ആയിട്ട് വരും. എ സൈക്കിൾ, ഈ ബോയ് വാണ്ടഡ് എ സൈക്കിൾ. അപ്പോഴത്തേക്കും ടെൻസ് മാറിയണ്ട, സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറി, സിമ്പിൾ പാസ്റ്റിലോട്ട് മാറി. ദേ കണ്ടോ, വാണ്ടഡ് വന്നു. വാണ്ടഡ് വന്നത് കൊണ്ടാണ് എന്ത് വന്നത്, വാണ്ട് എന്നുള്ളത് V1 ഫോം എന്തിലോട്ട് മാറി, V2 ഫോമിലോട്ട് മാറി. അതായത് സിമ്പിൾ പ്രസന്റ് എന്തായിട്ട് മാറി, പാസ്റ്റ് ആയിട്ട് മാറി. ഇതാണ് ടെൻസിന് വരുന്ന വ്യത്യാസം. സിമ്പിൾ പ്രസന്റിലെ ടെൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി എന്തുവാ ഇൻഡയറക്റ്റ് സ്പീച്ച് മാറ്റുന്നത്, സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റിനെ എങ്ങോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലോട്ടാക്കണം. റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാറ്റേണ്ടത് സിമ്പിൾ പാസ്റ്റിലോട്ടാക്കണം. സിമ്പിൾ പ്രസന്റിനെ എന്തിലോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലോട്ട് വേണം മാറ്റാൻ. വാണ്ടഡ് ആയി. മനസ്സിലായ? ഇതാണ് ആദ്യത്തെ ടെൻസിലെ വ്യത്യാസം. സിമ്പിൾ പ്രസന്റ് എന്തിലോട്ട് മാറ്റണം, സിമ്പിൾ പാസ്റ്റിലോട്ട് വേണം മാറ്റാൻ. ഇനി രണ്ടാമത്തെ നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്തിലോട്ടാണ് മാറ്റുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട്. പ്രസന്റ് കണ്ടിന്യൂസിൽ എന്തിലോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. പ്രസന്റ് കണ്ടിന്യൂസിനെ എന്തിലോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ എക്സാമ്പിൾ വെച്ച് ഇത് പഠിക്കാനും നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലാതെ ഒന്നും പഠിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ടോം സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. വെയിറ്റിംഗ് ഫോർ ജെറി. ടോം പറഞ്ഞു ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ടോം സെഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോമ മാറ്റണം. കോമ മാറ്റിയിട്ട് സഡിനപ്പുറത്ത് എന്ത് കൊടുക്കണം, ദാറ്റ് കൊടുക്കണം. ടോം സെഡ് ഐ ആം മാറ്റണം. പിന്നുള്ള ഈ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിൽ എന്തിലോട്ട് മാറ്റണം, പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റണം. ടോം ആരാണ്, പുല്ലിംഗമാണ്. ടോം ആൺകുട്ടിയാണ്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത്, ഹീ ആയിരിക്കും വരുന്നത്. ടോം ആൺകുട്ടിയായതുകൊണ്ട് അവിടെ ഹീ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ടോം സെഡ് ദാറ്റ്. ടോം പറഞ്ഞു. ഹീ ഐ ആമിന്റെ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസിൽ ഐ ആമിന്റെ പാസ്റ്റ് ആയിട്ട് വരുമ്പോൾ എന്ത് വരും പറ, ഹി വാസ് വരും. വാസ് ഈസ് ഒക്കെ വരുന്നത്, ഈസിന് എന്ത് ചെയ്യും, ഈസ് വാസ് ആയിട്ട് മാറും. ഹി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. ഹി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിലെ പാസ്റ്റ് കണ്ടിന്യൂസ് മാറ്റിയതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രസന്റ് കണ്ടിന്യൂസ് തരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ മെത്തേഡുണ്ട്. അതിനകത്ത് ING ഫോം കാണുമായിരിക്കും. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. ING ഫോം കാണുമായിരിക്കും പ്രസന്റ് കണ്ടിന്യൂസ് തരുന്നെങ്കിൽ. ഹാഡ് ബീനും ഹാസ് ഒന്നും തരാതെ തരുകയാണെങ്കിൽ അതിൻ്റെ പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കും. അപ്പൊ നിങ്ങൾ ആ ഈസ് എന്ത് ചെയ്യുക, മാറ്റുക, വാസാക്കി മാറ്റുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ടോം സെഡ് ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ ജെറി എന്ന് പറഞ്ഞ സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ എങ്ങനെ വന്നു, ടോം സെഡ് ദാറ്റ് ഹി വാസ് വെയിറ്റിംഗ് ഫോർ ജെറി എന്ന് വന്നു. അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയുള്ള രണ്ടാമത്തെ എന്തുവാന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പാസ്റ്റ്. പ്രസന്റ് കണ്ടിന്യൂസിൽ എന്തൊട്ട് മാറ്റി, പാസ്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റി. പഠിച്ചുകൊണ്ട് പോവുക. ഇതിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അപ്പോൾ അടുത്ത മൂന്നാമത്തെ എന്താന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തെ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. മൂന്നാമത്തെ ടെൻസ് എന്താണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ടായിരിക്കും മാറ്റുന്നത്, ഒബ്വിയസ്ലി പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും മാറുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊരു ബുക്കിനകത്ത് എന്ത് ചെയ്യുക, ഇത് എഴുതി വെക്കുക. പ്രസന്റ് പെർഫെക്റ്റ് എന്തായിട്ട് മാറും, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. അടുത്ത നമുക്ക് നോക്കാം. സാബു സെഡ് ടു മീ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. സാബു സെഡ് ടു മീ. സാബു said to me I have finished my
ഫിനിഷ്ഡ് മൈ വർക്ക്. സാബു പറഞ്ഞു ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ എൻ്റെ ജോലി എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ഇത് എന്തിലുള്ള സെൻറ്റൻസ് ആണ്? പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള. ടെൻസ് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. എന്നാലും നിങ്ങൾ നോക്ക്, നല്ലോണം നോക്ക്. സിമ്പിൾ മെത്തേഡൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുക. ഐഡിയും ഫിനിഷ്ഡ് ഹാവും ഹാസും ഒക്കെ വരുന്ന വെച്ച് സിമ്പിൾ പ്രസൻറ്റ് ഏതാണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ഏതാണെന്ന് നോക്കുക. ഇത് എന്തിലുള്ളതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള. അപ്പോൾ നമ്മളിതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തോ മാറ്റിയിട്ട് പാസ്റ്റ് പെർഫെക്റ്റിലുള്ളതാണ്. നോക്ക്. സാബു സഡ് കോമയുണ്ട് ഇവിടെ. സോറി, സാബു സഡ് ടു മീ. സാബു എന്ത് ചെയ്തു? ആരോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. സാബു സഡ് ടു മീ കോമ. ആ കോമയെ മാറ്റാം ആദ്യം. നമ്മളിത് റിപ്പോർട്ട് ചെയ്യാൻ പോവാണ്. സാബു സഡ് ടു മീ. ടു മീ എന്നൊക്കെ വന്നാൽ അപ്പോൾ രാമ സഡ് ടു ദേവ എന്നൊക്കെ വന്നാൽ അങ്ങനെ തന്നെ എഴുതണം. അത് കഴിഞ്ഞ് ദാറ്റ് എഴുതാൻ പാടില്ല. ഈ മീ എടുത്ത് മാറ്റരുത് കേട്ടല്ലോ. അപ്പോൾ സാബു സഡ് ടു മീ ദാറ്റ്. അത് കഴിഞ്ഞ് വേണം ദാറ്റ് കൊടുക്കാൻ. ഇത് ആരാണ്? ഇത് നമ്മുടെ എന്താണ്? റിപ്പോർട്ടിംഗ് പാർട്ടാണ്. റിപ്പോർട്ടിംഗ് പാർട്ടിന് എന്ത് ചെയ്യരുത്? മാറ്റരുത്. റിപ്പോർട്ടിംഗ് പാർട്ട് എന്തോ അതുപോലെ തന്നെ എഴുതിയിട്ട് അത് കഴിയുമ്പോൾ വേണം ദാറ്റ്. അത് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ഈ സെൻറ്റൻസിനെയും കൂടെ കൂട്ടി ചേർക്കാൻ വേണ്ടി, ഇൻഡയറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മളത് കൊടുക്കുന്നത്. ദാറ്റ് കൊടുക്കുക. ഐ ഹാവ് ഫിനിഷ്. ഐ എന്തായിട്ട് വരും? സാബു ആരാണ്? സാബു ആണാണോ പെണ്ണാണോ? ആണാണ്. അപ്പോൾ എന്തായിട്ട് വരും? ഹി ഹാവ്. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഹാവ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് വരുമ്പോൾ ഹാഡ് ആയിട്ട് മാറും. ഓർത്ത് വെച്ചോ. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ള ഹാവ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ഇൻഡയറക്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഹി ഹാഡ്. ബാക്കി ഒന്നിനും വ്യത്യാസമൊന്നും വരത്തില്ല. ഹി ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക്. മൈ വർക്ക് എന്തായിട്ട് മാറും? ഹിസ് വർക്ക് ആയിട്ട് മാറും. ഹിസ് വർക്കും. ആൺകുട്ടിയാണ്ട് ഹിസ് വരും. മനസ്സിലായോ? മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല. പ്രസൻറ്റ് പെർഫെക്റ്റിന് പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഹാവും ഹാസും ഒക്കെ വന്നാൽ അതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോഴത്തേക്കും അതിന് എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറും. ഹാവിനെ ഹാഡ് ആക്കുക. പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ളതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാവിനെ ഹാഡ് ആക്കുക. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. അപ്പം ഒന്നും കൂടെ പറഞ്ഞാൽ സാബു സഡ് ടു മീ ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റിലുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇനി അടുത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പം നിങ്ങൾക്ക് പറയാമല്ലോ ഇത് എന്തിലോട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പ്രസൻറ്റ് പെർഫെക്റ്റും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യുന്നത്? ബീൻ വരും, ഹാവ് ബീൻ വരും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ എന്ത് വരും? ഹാവ് ബീൻ വരും. അത്രയും കടുകട്ടി ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ലായിരിക്കാം. ഷീ സഡ് ഐ ഹാവ് ബീൻ. കണ്ടോ? ഇതെന്താണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ബീൻ റീഡിങ് ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ ഹവേഴ്സ്. റീഡിങ് ഫോർ ഹവേഴ്സ്. ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഒന്നും വേണ്ട. ഷീ സഡ് കോമ മാറ്റി ദാറ്റ് ആക്കും. ഷീ സഡ് ദാറ്റ് ഐ ആവും. ഷീ എന്തുവാ? ഷീ പെണ്ണല്ലേ. അപ്പോഴത്തേക്കും ഷീ സഡ് ദാറ്റ് ഷീ ഹാവ് എന്തായിട്ട് മാറും? നേരത്തെ കേസ് ഹാവ് എന്താകും എന്നാണ് പറഞ്ഞത്? ഹാഡ് ആയിട്ട് മാറും. നേരത്തെ ഹാവ് മാത്രം ഉള്ളതുകൊണ്ട് അത് എന്തായിട്ട് മാറും? പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഹാഡ് ആയിട്ട് മാറും. ഇവിടെ ഹാവ് ബീൻ ഉണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് ഹാവ് ബീൻ ഉള്ളതുകൊണ്ട് അത് എന്തായിട്ട് മാറും? ഹാഡ് ബീൻ ആയിട്ട് മാറും. ഹാഡ് ബീൻ ഒന്നുമില്ല മക്കളെ. ഈ ഹാവിനെ തുടച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഹാഡ് ബീൻ എഴുതുക. ഹാഡ് ബീൻ. ഷീ ഹാഡ് ബീൻ റീഡിങ് ഫോർ അവേഴ്സ്. വേറെ ഒന്നിലും മാറ്റമില്ല. എന്ത് ചെയ്യുക? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് ഹാവ് ബീൻ ആണ്. ആ സെൻറ്റൻസ് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഹാവ് ബീൻ ആണ് വരുന്നത്. അതിന് നിങ്ങൾ എന്തായിട്ട് മാറുക? ഹാഡ് ബീൻ ആയിട്ട് എഴുതുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ വരുന്ന മാറ്റമാണ് ഹാവ് ബീനെ എന്ത് ചെയ്യുക? ഹാഡ് ബീൻ ആക്കുക. പിന്നെ അതേപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ നേരത്തെയുള്ള നമ്മൾ സാധാരണ പറയുന്ന ആ റൂൾസിലുള്ള മാറ്റങ്ങളും. അടുത്ത് നമുക്ക് നോക്കാം. അടുത്തുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിന് നമ്മൾ എങ്ങോട്ടാണ് മാറ്റുന്നത്? പാസ്റ്റിലോട്ടോ, സിമ്പിൾ പാസ്റ്റിലോട്ടോ. ഇനി നമ്മൾ സിമ്പിൾ പാസ്റ്റിന് മാറ്റും. നിങ്ങൾ അങ്ങനെ മാറ്റമൊന്നും വേണ്ട. സിമ്പിൾ പാസ്റ്റിലാണ് സെൻറ്റൻസ് തരുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് തന്നിട്ട് നിങ്ങൾ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ആ സിമ്പിൾ പാസ്റ്റിനെ ഇപ്പോൾ ഈ പറയാൻ പോകുന്നതിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. സിമ്പിൾ പാസ്റ്റിലാണ് സെൻറ്റൻസ് തരുന്നതെങ്കിൽ നമ്മൾ എന്തിലോട്ട് മാറേണ്ടതാണ്? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്. പാസ്റ്റ് പെർഫെക്റ്റ് എന്തുവാന്നാണ് പറഞ്ഞത്? ഹാവിന് പകരം ഹാഡ് കൊടുക്കുന്നതായിരുന്നു പാസ്റ്റ് പെർഫെക്റ്റ്. നമുക്ക് ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. രാജു സഡ്. രാജു പറഞ്ഞതാണ്. രാജു പറഞ്ഞു ഐ ഏറ്റ് ആൻ ആപ്പിൾ. ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഏറ്റ് മക്കളെ ഏത് ഫോമാണ്? V3 ഫോമാണ് ഏറ്റ് എന്ന് പറഞ്ഞാൽ. V2 ഫോമാണ് ഏറ്റ് എന്ന് പറഞ്ഞാൽ. ഈറ്റനാണ്.
അപ്പോൾ ഈ V2 ഫോമിനെ ആരാക്കി മാറ്റുക, V3 ഫോം ആക്കിയാൽ മതി. അപ്പോഴത്തേക്ക് എന്താകും, ഇതിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് റിപ്പോർട്ട് ചെയ്യും. രാജു സഡ് ദാറ്റ്, രാജു പറഞ്ഞു. ദാറ്റ് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ രാജു സഡ് ദാറ്റ്, രാജു പറഞ്ഞു. ഹി ഹാഡ് നമ്മൾ ഹാവിനെ ഹാഡ് ആക്കണമെന്ന് പറഞ്ഞില്ലേ, പ്രസന്റ് പെർഫെക്റ്റിലുള്ളതിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ ഹാഡ് ആക്കണമെന്ന് പറഞ്ഞില്ലേ. ഹാവ് ഉണ്ടെങ്കിൽ ഹാഡ് ആക്കണം, ഹാവ് ഇല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്ത് ചെയ്യണം, ഹാഡ് എഴുതണം. കൂടെ എന്ത് എഴുതണം, ഹാഡ് എഴുതണം. ഹാഡ് ഈറ്റൺ, വെർബിന്റെ V3 ഫോം, ഈ ഫോമിന്റെ V3 ഫോം ഈറ്റൺ V3 ഫോമിലേക്ക് മാറ്റുക. V3 ഈറ്റൺ ആൻ ആപ്പിൾ, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിനെ തന്നെ അതിന് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാണ് നിങ്ങൾ മാറ്റണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അത് തന്നിരിക്കുന്ന ആ വെർബിൻ്റെ എന്ത് ചെയ്യുക, V3 ഫോമിലോട്ട് എഴുതുക. ഈറ്റൺ V3 ഫോമിലോട്ട് എഴുതുക. അതേപോലെ തന്നെ ഹാഡ് കൂടെ ചേർക്കുക. ഇതാണ് അടുത്തത്. മനസ്സിലായോ? അതായത് രാജു സെഡ് ഐ ഏറ്റ് ആൻ ആപ്പിൾ, രാജു സെഡ് ദാറ്റ് ഹി ഹാഡ് ഈറ്റൺ ആൻ ആപ്പിൾ, ആപ്പിൾ കഴിച്ചു. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പെട്ടെന്ന് പറഞ്ഞു പോകുന്ന എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അടുത്ത ഇനി ഒരു ഫോമും കൂടെ, ഇനി 3 ഫോമും കൂടെ ഉണ്ട്. പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നോക്കുകയാണ്. പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് തിരിഞ്ഞു പോലെ പാസ്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നതാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ആരായിട്ട് മാറും, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട്. ഷീജ പറഞ്ഞു. ഷീജ സെഡ് ഐ വാസ് റീഡിങ് എ നോവൽ. ഞാൻ എന്ത് ചെയ്യുകയാണ്, ഒരു നോവൽ വായിക്കുകയായിരുന്നു. പാസ്റ്റ് കണ്ടിന്യൂസിന് ഈ തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നെങ്കിൽ എന്തായി വന്നേനെ, ഷീജ സെഡ് ഐ ആം റീഡിങ് എ നോവൽ ആയിട്ട് വന്നേനെ, ആം ആയിട്ട് വന്നേനെ. ഷീജ സെഡ് ദാറ്റും. അപ്പോൾ ഇതിന് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് നമുക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ റിപ്പോർട്ട് ചെയ്യുക നോക്കൂ. ഷീജ പറഞ്ഞു. സഡ് കഴിഞ്ഞിട്ട് നമ്മൾ ആരാ കൊടുക്കേണ്ടത്, ദാറ്റ്. അത് കഴിഞ്ഞിട്ട് ഐ വന്നു. ഷീജ പെണ്ണാണോ ആണാണോ, പെണ്ണാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീ കൊടുക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് മാറ്റുമ്പോൾ വരുന്ന വ്യത്യാസം ഞാൻ പറഞ്ഞായിരുന്നു, ഹാഡ് ബീൻ ചേർക്കണമെന്ന്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ ഡയറക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക, ഹാഡ് ബീൻ ചേർക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഷീ ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. ഷീ ഹാഡ് ബീൻ, വേറെ ഒരു മാറ്റവും ഇല്ല. ഷീ ഹാഡ് ബീൻ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ആക്കുമ്പോൾ ഉള്ള കാര്യം തന്നെയാണ്, ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ അതാണ് അത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കുക, മാറിപ്പോരുത്. പാസ്റ്റ് കണ്ടിന്യൂസിനെ ആരാക്കി മാറ്റണം, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കി വേണം മാറ്റാൻ. അതാണ് അടുത്തത്. മനസ്സിലായോല്ലോ? പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ അടുത്തത് എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കത്തില്ല, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, ഇതിലൊരു മാറ്റം ഉണ്ടാകത്തില്ല. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഇതിനുണ്ടാകത്തില്ല. നമുക്ക് സാധാരണ ദാറ്റ് ചേർക്കണം, കോമ മാറ്റണം എന്നുള്ളൊരു റൂളൊക്കെ ഇല്ലേ, ഐയും ഷീയൊക്കെ മാറ്റണം. ആ റൂളല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിനെ ഇൻഡയറക്റ്റിലോട്ട് മാറ്റുമ്പോൾ എന്ത് തന്നെയാണ് വരുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് തന്നെയാണ് വരുന്നത്. ഇതിന് നോ ചേഞ്ച് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിനും അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനും നോ ചേഞ്ച് ഇല്ലാത്ത, റിപ്പോർട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് നോ ചേഞ്ച് ഇല്ലാത്ത 2 ടെൻസ് ആണ് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓർത്ത് വെക്കുക. രാമു പറഞ്ഞു, ഐ ഹാഡ് സീൻ ഹിം, ഞാൻ അവനെ കണ്ടു. അപ്പം നമുക്ക് സാധാരണ റൂൾസ് വെച്ച് എഴുതുക. ഇങ്ങനൊരു സെൻറ്റൻസ് അതായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, റൂൾസ് വെച്ച് എഴുതുക. ഈ സീൻ എന്ന് പറഞ്ഞാൽ V3 ഫോമിലല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. രാമു സെഡ് ദാറ്റ്, രാമു പറഞ്ഞു. ഹി ഹാഡ് സീൻ ഹിം, പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല, അത് തന്നെ. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് തന്നെ ആയിരിക്കും. നമ്മൾ സാധാരണ കൊടുക്കുന്ന ദാറ്റ്, ഷീയൊക്കെ മാറ്റി കൊടുക്കുന്ന, ഐ ഒക്കെ മാറ്റി കൊടുക്കുന്ന ആ റൂള് മാത്രമേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നും വരത്തില്ല. അതേപോലെ തന്നെ ഉള്ള പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതിനും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അഭിനവ് സെഡ് ഐ ഹാഡ് ബീൻ വാച്ചിങ് എ ഫിലിം, ഞാനൊരു സിനിമ കാണുകയാണെന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ് വരുന്നത്. അഭിനവ് സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ വാച്ചിങ് എ ഫിലിം. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ ടെൻഷൻ. അത് പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങളത് പെട്ടെന്ന് ഒന്ന്
ബൈ ഹാർട്ട് ആക്കി വെക്കുക. നിങ്ങളൊന്ന് എഴുതിയിട്ട് നോക്കി പഠിക്കുക. അങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടോണ്ട് പഠിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് ശരിയാകത്തില്ല. നിങ്ങൾ എക്സാമ്പിളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കി ഈ തന്നിരിക്കുന്ന എക്സാമ്പിളൊക്കെ ഈ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്ത് തന്നെ ഗ്രാമർ പഠിക്കണം. ചെയ്യാതെ അങ്ങനെ ചെയ്തത് ഇപ്പോൾ കണ്ടിട്ട് പോയാൽ എന്ത് ചെയ്യത്തില്ല, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയായിരിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾ ചാടിക്കയറി അങ്ങനെ അറ്റൻഡ് ചെയ്യും. നോക്കി നല്ലോണം നോക്കി ഏത് ടെൻസിലാണെന്ന് നോക്കുക. പിന്നെ നമുക്കുള്ളത് വില്ല് വുഡാവും, വില്ല് വുഡാവും, ക്യാൻ കുഡാവും, നമുക്കറിയാവുന്നതാണ് ക്യാൻ കുഡാവും, മേ മൈറ്റ് ആവും, മസ്റ്റ് ഹാഡ് ടു ആകും, ഹാഡ് ടു. ഇത് ഇത്രയാണ് ഉള്ളത്. വേറെ കുറച്ച് കാര്യങ്ങളാണ്. വില്ല് എന്താകും, വുഡ് ആകും, ക്യാൻ കുഡ് ആകും, മേ മൈറ്റ് ആകും, മസ്റ്റ് ഹാഡ് ടു. വില്ല് വുഡ്, ക്യാൻ കുഡ്, മേ മൈറ്റ്, മസ്റ്റ് ഹാഡ് ടു. ഓർത്ത് വെച്ചോ. റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും വില്ല് വുഡ് ആകും, ക്യാൻ കുഡ് ആകും, മേ മൈറ്റ് ആകും, അതേപോലെ തന്നെ മസ്റ്റ് ഹാഡ് ടു ആകും, ഐ എന്താകും, ഈസ് വാസ് ആകും, ഷീ ആകും, പിന്നെ അതേപോലെ എന്താണ് ഷീ ഹീ ഒക്കെ ആകും, ഹിസ് ഹിർ ആകും. അതൊക്കെ ഓർത്ത് വെച്ചോ നിങ്ങൾ കേട്ടല്ലോ. വില്ല് വുഡ് ആകും. ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ബൈജൂസ് ദാറ്റ് ഐ വിൽ വർക്ക് ഹാഡ്. അതിന്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും? ബൈജു സഡ്, ബൈജു പറഞ്ഞു. ഐ വിൽ വർക്ക് ഹാഡ്, ബൈജു സഡ് ദാറ്റ്, ബൈജു പറഞ്ഞു. ഹി വുഡ് വർക്ക് ഹാഡ്, ഹി വുഡ് വർക്ക് ഹാഡ്. നോക്ക്, ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എന്താണ്? പ്രസന്റിലുള്ള ടെൻസിനെ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. വേറെ ഒന്നുമില്ല. ടെൻസിനെ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. അതായത് ബൈജു സഡ് ദാറ്റ് ഹി വുഡ് വർക്ക് ഹാഡ്. അപ്പോഴത്തേക്കും വില്ല് വുഡ് ആകും, ക്യാൻ കുഡ് ആകും, മേ മൈറ്റ് ആകും, മസ്റ്റ് ഹാഡ് ടു ആകും. പിന്നെ ഡയറക്ടർ സ്പീച്ചിന് നമ്മൾ എന്താണ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ദിസ് ദാറ്റ് ആകും, ദിസ് ദോസ് ആകും. അതായത് ദിസ് THIS ദിസ് എന്താകും? ദാറ്റ് ആകും. THESE ദോസ് ആകും. ഹിയർ ദെയർ ആകും. ഹിയർ ആഫ്റ്റർ ദെയർ ആഫ്റ്റർ ആകും. എഗോ ബിഫോർ ആകും. നൗ ദെൻ ആകും. ടുഡേ ദാറ്റ് ഡേ ആകും. ടുനൈറ്റ് ദാറ്റ് നൈറ്റ്. ടുമാറോ ദ നെക്സ്റ്റ് ഡേ, ദ ഫോളോയിങ് ഡേ ആകും. ഡേ ആഫ്റ്റർ ടുമാറോ, ഇൻ 2 days. ഡേ ബിഫോർ യെസ്റ്റർഡേ, 2 days ബിഫോർ. കം ഗോ ആകും. ദസ് സോ ആകും. ലാസ്റ്റ് മന്ത്, ദ പ്രീവിയസ് മന്ത്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. ഈ പറഞ്ഞൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ വേഗം പറയുന്നതല്ല, നിങ്ങൾക്ക് സമയം കിട്ടില്ല. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. അപ്പം നിങ്ങൾ ഡയറക്ടർ സ്പീച്ച് മനസ്സിലായല്ലോ. അപ്പം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഓർത്ത് എഴുതി വെച്ച് ഞാൻ പറഞ്ഞ എക്സാമ്പിളൊക്കെ എന്ത് ചെയ്യുക? വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ചാടിക്കേറി ആൻസർ ചെയ്യരുത്, നോക്കിയിട്ട് വേണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്ടർ സ്പീച്ചസ്. കാണുമ്പോൾ ഇപ്പം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ചെയ്ത് നമ്മൾ പഠിച്ചാലേ നമുക്കത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഏത് ടൈപ്പ് സെൻറ്റൻസാണ് തരുന്നതെന്ന് നോക്കുക. അതിനെ മാറ്റുമ്പോൾ വരേണ്ട വ്യത്യാസം, ദാറ്റ്, അതൊക്കെ നോക്കി വേണം പോവാം. അടുത്തുള്ളത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസുമാണ് ഗ്രാമറിൽ നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. അത് അധികം വലുതായിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോവാം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം നൽകുന്നതാണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലോട്ട് ആക്കാനായിരിക്കും നമുക്ക് ചോദിക്കുന്നത്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് ആര്? ആക്റ്റീവ് വോയിസ്. അതേപോലെ തന്നെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് പാസീവ് വോയിസ്. ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് പാസീവ് വോയിസ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് പാസീവ് വോയിസ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്നതാണ് ആക്റ്റീവ് വോയിസ്. അതായത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലോട്ട് ആക്കുമ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആരായിട്ട് മാറും? ഏജന്റ് ആയിട്ട് മാറും. ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണെങ്കിൽ പേരായിരുന്നു രാമു എന്നായിരുന്നെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? ഹി എന്ന, അല്ലെങ്കിൽ ഹിം എന്നായിട്ട് മാറും. അതാണ് ഇവിടുത്തെ സബ്ജക്റ്റിന് എന്തായിട്ട് മാറും? ഏജന്റ് ആയിട്ട് മാറും. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്ന ആക്റ്റീവും അതേപോലെ തന്നെ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുന്ന പാസീവും ആയിരിക്കും. അതിൽ നമുക്ക് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും വരുന്ന ചില വ്യത്യാസങ്ങളൊന്നും നോക്കാം. ഷീ ഈറ്റ്സ് മാംഗോസ്. ഇതിനകത്ത് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഷീ ആണ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ വെർബാണ്. ഒബ്ജക്റ്റ് മാംഗോ ആയിരിക്കും. അതിനെ നമുക്ക് പാസീവ് വോയിസിലോട്ട് ആക്കി നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്. ഷീ ഈറ്റ്സ് മാംഗോസ്. ഷീ ഈറ്റ്സ് മാംഗോസിനെ നമ്മൾ പാസീവ് വോയിസിലോട്ട് മാറ്റുകയാണെന്ന് കരുതുക. ഷീ ഈറ്റ്സ് മാംഗോസ്. മാംഗോസ് ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാ മോളെ? ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരാ മക്കളെ? മാംഗോസ്. മാംഗോസ് ആർ ഈറ്റൺ. ഈറ്റിൻ്റെ V3 ഫോം വരും. ഈറ്റൺ ബൈ ഏജന്റ് ആയിട്ട് വരും. ഷീ ബൈ ഹിർ. ഷീ അല്ലേ വന്ന്, അപ്പോൾ ഹിർ ആയിട്ട് വരും. ഇതാ ഞാൻ പറഞ്ഞത്, ഏജന്റ് ആയിട്ട് വരുന്നു. ഇവിടുത്തെ സബ്ജക്റ്റ് ആരായിട്ട് ഇവിടുത്തെ വന്ന്? ഏജന്റ് ആയിട്ട് വന്ന്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സെൻറ്റൻസ് തരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ പെട്ടെന്ന് എന്ത് ചെയ്യുക? അതിലെ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യുക? ഇതായിട്ട് മാറ്റുക. ആദ്യം എഴുതുക ഒബ്ജക്റ്റിന്. സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ആക്റ്റീവ് വോയിസ് തരുന്നെങ്കിൽ അതിൽ ഒബ്ജക്റ്റിനെ ആദ്യം എഴുതുക. പിന്നുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നല്ല ആ ഗ്രാമറിന് അനുസരിച്ചുള്ള ആറാണെങ്കിൽ 6, ഈസ് ആണെങ്കിൽ മാംഗോസ്, അപ്പം വന്ന് 6 വന്ന് പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെയും പ്ലൂറൽ ആയിട്ടുള്ള വന്നത്. അപ്പോൾ ഈറ്റിൻ്റെ V3 ഫോമിലോട്ട് എഴുതുക. ഷീ അവിടുത്തെ ഏജൻ്റ് ആയിട്ട് എഴുതുക, സബ്ജക്റ്റിനെ ഏജൻ്റ് ആയിട്ട് എഴുതുക. ഇതാണ് നിങ്ങൾക്ക് എന്തെങ്കിലുള്ള ആക്റ്റീവ് വോയിസിലുള്ള. പിന്നെ ആക്റ്റീവ് വോയിസ് വരുമ്പോൾ മാറ്റുക. ഐ മീ ആകും, വി അസ് ആകും, ഹി ഹിം ആകും, ഷീ ഹിർ ആകും, ദേ ദം ആകും, ഇറ്റ് ആകും, യു തന്നെ. അതിനൊന്നും മാറ്റമൊന്നും വരുത്തൊന്നുമില്ല. ഒബ്ജക്റ്റ് നിങ്ങൾക്ക് വേഗം ഒരു ഫോം പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെ വരും? ഒബ്ജക്റ്റ് പ്ലസ് ആക്റ്റീവ് വോയിസിൽ ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ അല്ലെങ്കിൽ ഈസ് ആം ആർ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും അവിടുത്തെ സെൻറ്റൻസിന് അനുസരിച്ച്. പാസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ദ വെർബിൻ്റെ മൂന്നാമത്തെ V3 ഫോം എഴുതുക. ബൈ പ്ലസ് ബൈ എഴുതുക. ബൈ എഴുതിയിട്ട് ഏജൻറ്റ് കൊണ്ടുവരാൻ ആരാണ്? സബ്ജക്റ്റ്. അപ്പം നിങ്ങൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഒബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് ഏജൻറ്റ്. ബൈ എഴുതാൻ മറക്കരുത്. ഇതാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റ് ആരാ? ഒബ്ജക്റ്റിനെ എഴുതുക, ആദ്യം എഴുതുക. അവിടെ തന്നിരിക്കുന്നത് ലാസ്റ്റ് ആയിരിക്കും ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ ആദ്യം എഴുതുക. ഈ സാം ആർ ഏതാ സെന്റൻസ് നോക്കി എഴുതുക. ഇതിലേതാണ് P3 ഫോം, വെർബിന്റെ V3 ഫോം. ബൈ എഴുതുക, ആദ്യത്തെ സബ്ജക്റ്റിനെ ഏജന്റ് ആയിട്ട് എഴുതുക. ഇതാണ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രാമർ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും എക്സാം നല്ല രീതിയിൽ എഴുതിയിട്ട് വരിക.